ശില്പി മഹേഷ് പണിക്കർ അദ്ദേഹം പ്രതികരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മുത്തച്ഛനാണ് ശബരിമല വിഗ്രഹം പണിതത്. അദ്ദേഹത്തിന്റെ തട്ടിപ്പ് അയ്യപ്പന്റെ ഒരു വിശ്വാസ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. പക്ഷേ അത് എന്തായാലും ഇപ്പം വിജിലൻസ് തന്നെ ഇത്രയും കണ്ടെത്തിയ സ്ഥിതിക്ക് ഇപ്പം SIT എന്ന് പറഞ്ഞാൽ പുലി പോലെ നഖവും വായും വ്യാഘ്രമായിട്ടുള്ള ആൾക്കാരല്ലേ. അവർക്ക് കൂടുതൽ അതിൻ്റെ അന്വേഷണത്തിൻ്റെ വ്യാപ്തി ഭയങ്കരമാണല്ലോ. മറ്റേവർ കൈയും കാലും കെട്ടിയ ഒരാൾക്കാരല്ലേ. അവർക്ക് അന്വേഷണ റിപ്പോർട്ട് മാത്രമല്ലേ കൊടുക്കാൻ പറ്റൂ. അവർ തന്നെ ഇത്രയും കണ്ടെത്തിയത് അയ്യപ്പൻ്റെ മഹാ ചൈതന്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. കാര്യം ഇത് ഒരാൾ തന്നെ വിചാരിച്ചാലൊന്നും നടക്കുന്നൊരു കാര്യമല്ലല്ലോ. അതൊരു കോക്കസാണ്. ഇത് പഴയകാലം പോലെ അവിടെ ഉണ്ട്. അയ്യപ്പൻ്റെ യോഗദണ്ഡ്, മുദ്രമാല, അതും ഇതുപോലെ തന്നെ വാല്യൂ ഉള്ളതാണ്. കാര്യം അതും ഇതുപോലെ പണിതായിട്ടൊക്കെ പറയുന്നു. തിരിച്ചു വന്നിട്ടുണ്ട്. തിരിച്ചു വരുന്നതൊക്കെ ഡ്യൂപ്ലിക്കേറ്റാണ്. ഇത് നമുക്കൊന്നും അവർ ഇപ്പം ഇവരിപ്പം ശബരിമല ശാസ്താവിൻ്റെ മുമ്പിലിരുന്ന 800 ഗ്രാം സ്വർണ്ണം അല്ലെങ്കിൽ 1 കിലോ സ്വർണ്ണം എടുത്തിട്ട് തിരിച്ച് 1 കിലോ സ്വർണ്ണം തന്നെ വെച്ചാൽ പോലും അത് വിലയാകുന്നില്ല. കാര്യം ആ സ്വർണ്ണത്തിനുള്ള പവിത്രത ഭയങ്കരമാണ്. അപ്പം നമ്മളത് മനസ്സിലാക്കേണ്ടത് അത് ഈക്വലൻ്റ് ആകുന്നില്ല. അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. തീർച്ചയായിട്ടും ഇത് സിനിമാ ലോകത്തിലേക്കും ഇതിൻ്റെ യഥാർത്ഥ വലിയ വ്യവസായികളിലേക്കും വളരെ ഇത് അന്വേഷണം ശക്തമായിട്ട് യഥാർത്ഥ രീതിയിൽ എല്ലാ അയ്യപ്പ ഭക്തരുടെയും ആ വേദന ഉൾക്കൊള്ളത്തക്ക രീതിയിൽ നീങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് വമ്പൻ സ്രാവുകളൊക്കെ ഇതിനകത്ത് വീഴും. കാര്യം അയ്യപ്പൻ്റെ ചൈതന്യം അത്രമാത്രം വലുതാണ്. നമുക്ക് പൂർണ്ണ ബോധ്യമുള്ളതാണ്. ഞാനാണിപ്പോൾ നവഗ്രഹ ക്ഷേത്രം ചെയ്തത്, 18-ാം പടിയുടെ സ്ട്രക്ചർ ചെയ്ത്, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു. നമുക്ക് ആ നിർമ്മാണമായിട്ട് നമ്മൾ പല സമയത്തും അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ചൈതന്യത്തെക്കുറിച്ച് പൂർണ്ണമായിട്ടും ബോധ്യമുണ്ട്. പിന്നെ നമ്മുടെ തലമുറകൾ പരമ്പരയായിട്ട് ആ ഇത് ആചാരങ്ങളുമായിട്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷേ പുറം ലോകത്തേക്ക് നമ്മൾ ഇതുവരെ അങ്ങനെ വരാറില്ല. പക്ഷേ ഇതിപ്പോൾ ഒരു നിർബന്ധിത സാഹചര്യത്തിൽ ഇത്രയും വലിയൊരു തട്ടിപ്പ് നടന്നിട്ട് സമാനമായ തട്ടിപ്പ് തുടരാൻ വന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഇങ്ങനൊരു കാര്യത്തിലേക്ക് തന്നെ ഇടപെട്ടത്. കാര്യം നമ്മളെപ്പോഴും സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്യുന്ന പോലെ ഈ അമ്പലം ക്ഷേത്രങ്ങൾ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മളതിൻ്റെ ബാക്കിൽ നിൽക്കുക. തട്ടാശ്ശേരി കുടുംബാംഗമായ മഹേഷ് പണിക്കർ ശബരിമല ശ്രീകോവിലിലെ വിഗ്രഹം പണിതത് ഇദ്ദേഹത്തിന്റെ മുത്തച്ഛനാണ്. അവരുടെ സംശയങ്ങൾ പ്രകടിപ്പിക്കണം.